ജയിലിൽ നമുക്ക് കുർബാനയിൽ അനുവാദമൊക്കെ ഉണ്ട്. എല്ലാ ഞായറാഴ്ചയും ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആ മക്കളുടെ ഒരുക്കം കണ്ട് കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളൊക്കെ എത്രമാത്രം അയോഗ്യതയിലാണ് ആ കുർബാനയുടെ ഭാഗമാകുന്ന ഓർത്തുപോയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ചടങ്ങ് കാണിക്കാൻ വേണ്ടി ഞായറാഴ്ച ആചരണമൊക്കെ ആയിട്ട് നമ്മൾ പലരുമൊക്കെ ആ കുർബാനയുടെ ഭാഗമായിട്ടില്ലേ. ഈ ജയിലിലെ നമ്മളൊക്കെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന തടവറ മക്കൾ ഒത്തിരി പ്രാർത്ഥനയോട് കൂടെ, കാരണം അവർക്ക് ഇന്ന് ആശ്രയം ഈശോ മാത്രമേ ഉള്ളൂ. മാതാപിതാക്കളില്ല, കൂടപ്പറപ്പുകളില്ല, ജീവിത ബന്ധങ്ങളില്ല, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കുറ്റവാളി എന്ന പേരും കൂടി അവർക്കുണ്ടായപ്പോൾ അവർക്ക് ആശ്രയം ദൈവം മാത്രമാണ്. ഓരോ ഞായറാഴ്ചയും നമുക്ക് വേണ്ടി അവർ കാത്തിരിക്കാറുണ്ട്. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ചവരാണ് കുർബാനയ്ക്ക് വരിക. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥന ഇപ്രകാരമാണ്: ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്ന്. ആ പ്രാർത്ഥന അർത്ഥിക്കുമ്പോൾ പുറകിൽ നിന്ന് ഏങ്ങലടിച്ച് കരയുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. കാരണം അവർക്കറിയാം അവരുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ഈ കുർബാന ഒരു കാരണമാകുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും കുർബാന അർപ്പിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ കടങ്ങളെ മോചിപ്പിക്കുവാനായിട്ട് വലിയ അനുഗ്രഹമായിട്ട് കുർബാന മാറുന്നുണ്ട്. ആ ഓർമ്മയിലാവണം നമ്മുടെ ഓരോ വിശുദ്ധ ബലി അർപ്പണങ്ങളുമൊക്കെ. ഓരോ വിശുദ്ധ കുർബാനയും സൗഖ്യദായകമാണ്. നമ്മുടെ ജീവിതത്തിലെ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു കുർബാനയിൽ അർപ്പിച്ചാൽ തീരാത്ത പ്രശ്നങ്ങൾ നമുക്കുണ്ടാവുകയില്ല. എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആ അപ്പത്തോടും വീഞ്ഞോടും ചേർത്ത് വെച്ച് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഓരോ നിയോഗങ്ങളും അനുഗ്രഹമായി മാറുന്നുണ്ട്.